3 ദോശയ്ക്കും 2 പൊറോട്ടയ്ക്കും 3 ചായയ്ക്കും ഈടാക്കിയത് 430 രൂപ. അമിത വിലയാണെന്ന് പറഞ്ഞ് എതിർപ്പുന്നയിച്ച അയ്യപ്പ ഭക്തൻ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ഉടമ ഹോട്ടൽ അടച്ചിട്ടു. ഇത് കാണിക്കുന്ന മര്യാദയാണോ? ഞാൻ മലയാളി, ഞാൻ ഇവിടെ ഉള്ളവനാണ്. ഞാൻ ദൂരെ നിന്ന് വന്നതല്ല. ഞാൻ നിങ്ങളെ തെറ്റ് പറയാൻ ബിസിനസ് ചെയ്തു. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യാം, ന്യായമായിട്ട് ബിസിനസ് ചെയ്യണം. ഈ സാധനം ഇതെടുത്ത വീഡിയോ എടുത്തിട്ടുണ്ടോ? ഈ കടയുടെ സാധനം എടുത്ത് ഇതെനിക്കറിയാം. നാളെ ഈ കട തുറക്കത്തില്ല. ഞാൻ എനിക്കറിയാമല്ലോ. 50 രൂപ മൈനസോ? ഇതിനപ്പം നിങ്ങൾ എത്ര ബില്ലിടുന്നത് പറയാം. ഈ ദോശ എന്ത് ബില്ലിടും? ഇതിന് വേണ്ടി ഇതിനകത്ത് എവിടെ കാണിട്ട് ഇരിക്കും. നിങ്ങൾ ഈ പറയുന്ന 70 രൂപ മര്യാദ. നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്നുന്നതല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്നുന്നതല്ലേ. എനിക്ക് ഒരു പൈസയും കുറവാണ് വേണ്ട. നിങ്ങളെടുത്ത ബില്ലെടുത്തു. നാളെ എനിക്കറിയാൻ പോയാണ്. നിങ്ങളെടുത്ത ബില്ലെടുത്തു. ഈ ബില്ലിന്റെ ഇതാണ് ഇത്ര കാണുന്ന ബില്ലാണ്. ഒരു മര്യാദ വേണ്ടേ? നമ്മളെല്ലാം ബിസിനസ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എനിക്കൊരു മോനസും പണ വേണ്ട സ്വാമി. ഞാൻ ഇവിടുത്തുകാരൻ തന്നെ. ഞാൻ വേറെ ഒന്നും പറന്നു വന്നതല്ല. പറന്നു വന്ന ആളല്ലേ ഞാൻ. വേറെ ഒന്നും പറഞ്ഞു. നിങ്ങളാ വരുന്നവരെല്ലാം കാണിക്കുന്ന പരിപാടി ഇത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എരുമേലി വലിയമ്പലത്തിനും പോലീസ് സ്റ്റേഷനും സമീപം ശരവണ ഹോട്ടലിലാണ് സംഭവം. പത്തനംതിട്ട സ്വദേശി ജ്യോതിഷ് നാരായണൻ ആണ് ശബരിമല യാത്രയ്ക്കിടെ എരുമേലിയിൽ തനിക്ക് നേരിട്ട ദുരനുഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഒരു ചെറിയ തുണ്ടുപേപ്പറിൽ പേന കൊണ്ട് എഴുതിയതാണ് 430 രൂപയുടെ ബില്ലായി നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത്. ബിൽ വാങ്ങി തുക നൽകിയ ഭക്തൻ ഇത് ചോദ്യം ചെയ്തിരുന്നു. 50 രൂപ കുറവ് ചെയ്യാമെന്ന തർക്കത്തിനിടെ ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നയാൾ പറഞ്ഞെങ്കിലും മുഴുവൻ തുകയും നൽകിയ ഭക്തൻ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് അമിത വിലയാണ് ഈടാക്കിയതെന്ന് ആരോപിച്ച് രംഗത്തെത്തിയത്. ഇതോടെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചു. തുടർന്നാണ് ഇന്നലെ രാവിലെ മുതൽ ഹോട്ടൽ അടച്ചിട്ട നിലയിൽ കണ്ടത്. പാചകവാതക ക്ഷാമം മൂലം കട അടച്ചതാണെന്ന് ഉടമ പറഞ്ഞതായി സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. തമിഴ്നാട് സ്വദേശിയാണ് കട വാടകയ്ക്കെടുത്ത് നടത്തുന്നത്. കടയ്ക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന ആക്ഷേപവുമുണ്ട്. അമിത വില സംബന്ധിച്ച് ഒട്ടേറെ പരാതികളാണ് ഉയരുന്നത്. കടകളിൽ പഞ്ചായത്ത്, പോലീസ്, ഹെൽത്ത് വിഭാഗം എന്നിവയുടെ പരിശോധനകൾ ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാർക്കിംഗ്, ശുചിമുറി ഉപയോഗം എന്നിവയ്ക്കും അമിത നിരക്ക് ഈടാക്കുന്നതായി ഭക്തർ പറയുന്നു. നിരോധിക്കപ്പെട്ട ഡിസ്പോസിബിൾ പ്ലേറ്റും കപ്പുകളും വ്യാപകമായി ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട്.